നേതാക്കൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കി നിയമിച്ച PR ഏജൻസികളാണെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്ന് പറയുന്നതിനു മുൻപ് കോൺഗ്രസിലെ പ്രധാനി സുനിൽ കനകോലുവിനെ കുറിച്ച് പറയാം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒഴിവാക്കാനാവാത്ത പേരായി മാറിയിരിക്കുകയാണ് സുനിൽ കനകോലു. കോൺഗ്രസ് പ്രചാരണങ്ങളുടെ നാഡീമിടിപ്പ് തന്നെ കനകോലുവാണെന്ന് പറയാം. ജനങ്ങളാണ് ഞങ്ങളുടെ കനകോലു എന്നാണ് മുൻപ് ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനു വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നത് ഇദ്ദേഹമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തന്ത്രങ്ങൾ മെനഞ്ഞ പ്രധാനി ഇദ്ദേഹമായിരുന്നു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ വൻ വിജയത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രമായിരുന്നു ഇദ്ദേഹം. പേയ് CM പോലുള്ള ശ്രദ്ധേയമായ പ്രചാരണങ്ങൾ ഇദ്ദേഹത്തിന്റെ ആശയമാണ്. ഈ കനകോല കൊട്ടുന്ന താളത്തിനനുസരിച്ച് തുള്ളുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. സോഷ്യൽ മീഡിയയിൽ പരമാവധി ആക്റ്റീവ് ആകണമെന്നാണ് കനകോലു കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം. ഉദ്ഘാടനമായാലും പ്രതിഷേധമായാലും റീലുകൾ പോസ്റ്റ് ചെയ്ത് പരമാവധി സ്വയം പൊക്കിയടിക്കാനുള്ള അവസരം മാക്സിമം മുതലാക്കണം. ആ വെറുപ്പിക്കൽ കേരളം കാണുന്നുമുണ്ട്. അതിലെ പ്രധാന റീലിസ്റ്റ് ഇപ്പോൾ പ്രധാന റീപ്പിസ്റ്റുമാണ്. എല്ലാം പാളിയതോടെ കോൺഗ്രസുകാർ ഏറ്റെടുത്ത ഒടുക്കത്തെ അടവാണ് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള അടവുകൾ. ചില ഏജൻസികൾ നടത്തിയ പഠനത്തിൽ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് കണ്ടെത്തിയതോടെ കോൺഗ്രസ് അന്തം വിട്ടു നിൽക്കുകയാണ്. പാഠപുസ്തകങ്ങൾ നേരത്തെ വിതരണം ചെയ്തതിനെ തുഗ്ലക് പരിഷ്കാരം എന്ന് ആക്ഷേപിച്ച ചെന്നിത്തലയ്ക്ക് പിന്നീടത് പിൻവലിക്കേണ്ടി വന്നത് PR ഏജൻസികളുടെ ഉപദേശം കേട്ടതുകൊണ്ടാണ്. PR വർക്കിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നതിനാലാണ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കൾക്ക് തെറ്റ് പറ്റുന്നതെന്നും ശിവൻകുട്ടി തുറന്നടിക്കുന്നുണ്ട്. VD സതീശന്റെ മണ്ഡലത്തിലും നേമത്തും കോൺഗ്രസും BJPയും തമ്മിൽ വോട്ട് നീക്കുപോക്കിന് ശ്രമമുണ്ട്. ശബരിമല വിഷയത്തെ പിടിവള്ളിയാക്കാൻ നോക്കിയ കോൺഗ്രസിന് അത് തിരിച്ചടിയാകുമെന്ന് കണ്ടപ്പോൾ മിണ്ടാട്ടമില്ല. LDF ശബരിമലയുടെ പേരിൽ ഒരിക്കലും വോട്ട് ചോദിക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 110 സീറ്റുകൾ നേടി 3ാം തവണയും അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. ഇത് ശിവൻകുട്ടി പറയുന്നതാണ്. CPM നിലപാട് LDF സർക്കാരിന്റേതാകണമെന്നില്ല. കേന്ദ്ര സഹായം കൈപ്പറ്റുന്ന കാര്യത്തിൽ പ്രായോഗിക തീരുമാനങ്ങൾ സർക്കാരിന് എടുക്കേണ്ടി വരും. എന്നാൽ പാർട്ടിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകും. ഓൺലൈൻ ഡെലിവറി തൊഴിലാളികൾക്കായി പ്രകടന പത്രികയ്ക്ക് പുറമെ 20 കോടി രൂപയുടെ പദ്ധതി സർക്കാർ മാറ്റിവെച്ചിരുന്നു. ഇവർക്ക് മിനിമം വേതനം ഉറപ്പാക്കാൻ നിയമനിർമ്മാണത്തിന് നീക്കം നടക്കുകയാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ സർക്കാർ പാലിക്കുന്നുമുണ്ട്. KC വേണുഗോപാലിന്റെ പ്രചാരണം സിനിമാ കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. മണിശങ്കർ അയ്യർ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പിണറായി സർക്കാരിനെ പിന്തുണച്ചത്. ബാക്കിയെല്ലാം കണ്ണുകടിയുള്ളവർ കാണിച്ചു കൂട്ടുന്ന പ്രഹസനം മാത്രം.